ഉപ്പയാണ് നമ്മളോട് ഏറ്റവും സ്നേഹം, അതിലുപരി ഉമ്മയാണ് നമുക്ക് ഏറ്റവും സ്നേഹം. അവര് രണ്ടുപേരും നമ്മുടെ സ്വർഗത്തിന്റെ കവാടങ്ങളാണ്. സ്വർഗത്തിന് ഇരുവാതിലുകളുണ്ടെങ്കിൽ ഒരു വാതില് ഉമ്മയാണ്, ഒരു വാതില് ഉപ്പയാണ്. ഉപ്പയെ വിഷമിപ്പിക്കല്ലേ, ഉമ്മയെ വിഷമിപ്പിക്കല്ലേ. ആരുടെ വാക്ക് കേട്ടായാലും അത് ഉപ്പയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഉമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഉപ്പയെയും ഉമ്മയെയും വിഷമിപ്പിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുഹദറത്തിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് പറയുകയാണ്, യാ ഹബീബല്ലാഹ് ഇന്നഹാ സയ്യിഅത്തുൽ ഉമ്മ യാ റസൂലല്ലാഹ്. എന്റെ ഉമ്മ മോശപ്പെട്ട ഒരു പെണ്ണാണ്, എന്റെ ഉമ്മ മോശപ്പെട്ട ഒരു പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, സനിയത്ത്, ആ ഉമ്മ വിഭജിച്ചോ? വീണ്ടും സ്വഹാബി പറയുകയാണ്, ഇന്നഹാ സയ്യിഅത്തുൽ ഉമ്മ യാ റസൂലല്ലാഹ്. എന്റെ ഉമ്മ മോശപ്പെട്ട ഒരു പെണ്ണാണ് റസൂലേ. ഔ സരിക്കത്ത്, ആ ഉമ്മ കള്ളിയാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനം ഇങ്ങനെ പറയുന്നു, ഉമ്മ വിഭചാരിയാണെങ്കിലും ഉമ്മ കള്ളിയാണെങ്കിലും തോന്നിവാസിയാണെങ്കിലും നിന്റെ ഉമ്മയെ നീ വെറുക്കല്ലേ. നിന്റെ ഉമ്മയ്ക്ക് തുല്യം നിന്റെ ഉമ്മ മാത്രമാണ്. 10 മാസം ഗർഭം ചുമന്നത് നിന്റെ ഉമ്മയാണ്, മുലയൂട്ടിയത് നിന്റെ ഉമ്മയാണ്. നിന്റെ ഉപ്പ അതിനുവേണ്ടി സർവ്വവിധ സംവിധാനം ചെയ്തതാണ്. ഉമ്മയെ എത്ര മോശക്കാരിയായാലും വെറുക്കല്ലേ മോനെ. ഉമ്മയെ വെറുത്താല്, ഉപ്പയെ വെറുത്താല് നിനക്ക് ദുനിയാവും ആഖിറവും നഷ്ടമാണ്. നീ തഹജ്ജുദ് നിസ്കരിച്ചാലും ശരി, നീ ശുക്ർ നിസ്കരിച്ചാലും ശരി, നീ ളുഹാ നിസ്കരിച്ചാലും ശരി, എല്ലാ വഖത് നിസ്കാരം പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ വലത് സന്ദർഭത്തിൽ വലത് വശത്തുണ്ടെങ്കിലും ശരി, നിന്റെ ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ട മോനെ. ഉമ്മയെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ട, ഉപ്പയെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ട. പരസ്പരം 3 ദിവസത്തിൽ കൂടി മിണ്ടാതിരുന്നിട്ടുള്ള ആ ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ട. അല്ലാഹു അത് മർദൂദായി നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്, തുർഫഉ ശഫഖതു മിൻ ഖുലൂബി മിൻ അഖാരിബിൽ ഖുലൂബ്, മിൻ ഖുലൂബിൽ അഖാരിബ്. ബന്ധുക്കളുടെ ഹൃദയത്തിൽ നിന്നും അനുകമ്പ, ദയ അല്ലാഹു തുടച്ചു നീക്കും. മോളെ കെട്ടിക്കാൻ പോവാൻ പാപ്പാക്ക് 100 സെന്റ് വസ്തുണ്ട്, 50 സെന്റ് മോനാണ്, 50 സെന്റ് മോക്കാണ്, പറ്റൂല. ഉടനെ അത് വിഷയമായി, സംസാരമായി. വാപ്പയെ ഉമ്മയും സത്യത്തിൽ നമ്മൾ മരിക്കാതെ മരിപ്പിക്കുകയാണ്. അവർക്ക് രോഗം വരാതെ നമ്മൾ അവരെ രോഗക്കാരിയാക്കുക. വാപ്പാടെ ഉമ്മയുടെ മുമ്പിൽ നിന്ന് നമ്മളങ്ങോട്ട് തകർക്കുമ്പം അവരുടെ മനസ്സങ്ങോട്ട് പെടയാണ്. അവരുടെ മനസ്സങ്ങോട്ട് പെടഞ്ഞാണല്ല, കുത്തി മറിഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല. പള്ളിയിലെ വെള്ളം പാഴാക്കാന്ന് മാത്രമല്ല, വേറെ രക്ഷയില്ല. ഉമ്മാടെ പൊരുത്തം വാങ്ങിച്ച് സുഹൃത്തി പോന്നാലും പൊരുത്തക്കേട് വാങ്ങിച്ച് സുഹൃത്തി പോന്നാലും വിചാരിക്കണ്ട. ഉപ്പാടെ പൊരുത്തക്കേട് വാങ്ങിച്ച് സുഹൃത്തി പോന്നാലും വിചാരിക്കണ്ട. അധ്യാപകരുടെ പൊരുത്തക്കേട് വാങ്ങിച്ച് സുഹൃത്തി പോന്നാലും വിചാരിക്കണ്ട. കുത്തിമറിയലും വെള്ളം പാഴാക്കാനും മാത്രം മെച്ചം. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മയുടെ പൊരുത്തവും ഗുരുത്വം ഉണ്ടാവണം. ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം, വാപ്പയ്ക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം, വാപ്പയുടെ വെള്ളം വെട്ടിക്കൊടുക്കണം. ആരെങ്കിലും ഒരു വട്ടം ഒന്ന് വിചാരിച്ചുണ്ടോ, വയോവൃദ്ധരായ എന്റെ വാപ്പയുടെ കാലിന്റെ വിരലുകളൊന്ന് ചുംബിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ വാപ്പ എനിക്കൊന്ന് മുത്തണം. എന്റെ വാപ്പ എന്നെ കുഞ്ഞുനാളിൽ എത്ര സ്ഥലത്ത് മുത്തിയതാ. എന്റെ വയോവൃദ്ധരായി കിടക്കുന്ന കിടപ്പിൽ എണീക്കാൻ പറ്റാതെ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്ന എന്റെ ഉപ്പ, ആ ഉപ്പയെ ഒന്ന് പരിചരിക്കാൻ, ആ ഉപ്പയ്ക്ക് നിർഗന്ധലയിൽ ഒരു മുത്തം കൊടുക്കാൻ, ആ ഉപ്പയുടെ കാല് പിടിച്ചൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞൊന്ന് മുത്തം കൊടുക്കാൻ